ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എൻ്റെ കസിൻ്റെ ഒരു വീട്ടിലേക്ക് പോവാണ്. ഞാനോട് പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാല എന്നോർത്താണ് പോണത്. ഇനിയിപ്പോൾ അവരവിടെ ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആവും. അവരെപ്പോഴും വിളിക്കാറുണ്ട്, പോകാൻ പറ്റാറില്ല. ഒന്നെങ്കിൽ അവർ ബിസി അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലാമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഭയങ്കര ബോറടിച്ചപ്പോൾ ഞാനോർത്ത് എന്നാൽ ഒന്ന് അങ്ങോട്ട് പോകാമെന്ന്. നമുക്ക് അങ്ങോട്ട് പോവാം, നോക്കാം അവരുണ്ടാകും. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്ന് നമ്മൾ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഉണ്ട്, ലിവാങ്കുട്ടനും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലിവാങ്കുട്ടൻ നല്ല ഉറക്കമായി. പിന്നെ പുള്ളി അവിടെ ചെന്നപ്പോഴാണ് എഴുന്നേറ്റത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഞാൻ മെയിൻ റോഡിലാണ് വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നാണ് വന്നത്. പക്ഷെ ഇവിടെ വഴി നിറച്ച് വെള്ളമാണ്, മഴയൊക്കെ പെയ്തിട്ട്. പണ്ട് കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് വെള്ളത്തിലൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത്. എന്നാലും ഞാൻ ഈ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടന്ന് ഒരു കണക്കിന് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഇവൻ ഉറങ്ങണതുകൊണ്ട് ഞാൻ ഇവനെ എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം എനിക്ക് ഡ്രസ്സ് പാൻറ്റ് പോലും പൊക്കി വെക്കാൻ പറ്റില്ല. എൻ്റെ ഫുൾ ഡ്രസ്സ് നനഞ്ഞ്, പാൻറ്റൊക്കെ നനഞ്ഞ് നമ്മൾ ഒടുവിൽ അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഗേറ്റൊക്കെ തുറന്നിട്ടേക്കണായിരുന്നു. അപ്പോൾ അവരുണ്ടോ അല്ലെങ്കിൽ പുറത്ത് പോയോ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഞാനിവിടെ വന്നപ്പോൾ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അവരുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വാതിൽ തുറന്ന് കിടപ്പുണ്ട്. ഹലോ, അയ്യോ അയ്യോ, എൻ്റെ കൊച്ചുറങ്ങണേരുത് ഉറങ്ങണേന്. എല്ലാവരും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നെ ചേച്ചി ഉടനെ തന്നെ ചായയും ചിപ്സും നുറുക്കൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞാൻ അതൊക്കെ കഴിക്കുമായിരുന്നു. സത്യത്തിൽ ഞാൻ പാൽ ചായ ഞാൻ കുടിക്കാറില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ചേച്ചി എടുത്തല്ലാന്ന് നോക്കി ഞാനത് ഊതി കുടിച്ചു. പിന്നെ ഇവിടെ ഒരാൾ ഭയങ്കര ബിസിയായിരുന്നു, കേക്കൊക്കെ ഉണ്ടാക്കണം. ഒരു ഫസ്റ്റ് ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ചേച്ചിയുടെ മോൾക്ക് ഇവിടെ അവൾ ഹോം മെയ്ഡ് ആയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവൾ അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. കേക്കൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറേ മറ്റേ ലോലിപോപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ നടക്കുമായിരുന്നു. വേറെ പണിയൊന്നുമില്ല. ലിവാങ്കുട്ടൻ ചാച്ചൻ്റെ കൂടെ പോയി. അപ്പം ഒരു ബോൾ എനിക്ക് അവളെ ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. കഴിച്ചു നോക്കട്ടെ കേട്ടാ. എല്ലാം ഒരു വായിലേക്ക് വെച്ച് സൂപ്പറാണെന്ന് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്. നല്ലതായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. എന്നോട് പറഞ്ഞ് ബോളൊക്കെ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം കൂടി എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇത് അവൾ ഉണ്ടാക്കിയതല്ല, ഇത് ഞാൻ ജസ്റ്റ് ആ ക്രീമിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി എടുത്തതാ. ഞാനത് കടയിൽ പോയതാണ്. പിന്നെയും ആ വെള്ളത്തിൽ കൂടിയാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അവൾക്ക് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മിഠായി വേണമായിരുന്നു. വൈറ്റ് ചോക്ലേറ്റ് തീർന്നു. അപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 5 മിൽക്കി ബാർ മേടിക്കാൻ വേണ്ടി പോയതാണ്. ആ വെള്ളത്തിൽ കൂടി പിന്നെയും നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലിവാങ്കുട്ടന് എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവനവിടെ ചാച്ചൻ്റെ കൂടി ഇരിപ്പുണ്ട്. ഞാനും ചേച്ചിയും കൂടി ഇപ്പോൾ കടയിൽ പോയിട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. അങ്ങനെ കപ്പ് കേക്കും ഡോണറ്റ്സൊക്കെ റെഡിയായി. കേക്ക് അവൾ ഫൈനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ഇതാണ് കേക്ക്. ഇത് വാനിലയിൽ ചെയ്തതാണ്. അവൾ ഹോം മെയ്ഡായിട്ട് കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എസ്റ്റർ ബേക്സ് എന്നാണ് ഇൻസ്റ്റ ID. അപ്പോൾ ആവശ്യമുള്ളവർ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ബിസി ആയിരുന്നു. പുള്ളി കേക്കിൻ്റെ പുറകിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ അവൾ റെഡി ആയിട്ടൊക്കെ വരട്ടെ, എന്നിട്ട് ഞാൻ കൊണ്ടുവരാം, വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എസ്റ്റർ ബേക്സിൻ്റെ മുതലാളി വന്നിരിക്കുകയാണ്. രാവിലെ തുടങ്ങി പണിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്നെ വിടുന്നില്ല. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ്. ചേച്ചി ഭയങ്കര പണിയിലാണ്. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് 7 മണിക്ക് വിളിച്ച ആൾ 9 മണിയായപ്പോ വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ അവസാനം ചിക്കൻ മേടിച്ച് കറി വെച്ചു. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. കുറേ കറി ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി. ചെമ്പിനുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ഞങ്ങളെ ചേട്ടൻ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നിട്ട് എല്ലാം കാണിച്ചു. പക്ഷെ ഞാൻ വീട്ടുകാരെ കാണിച്ചില്ല. ഇതാണ് എൻ്റെ ചേച്ചി. ഇത് സോന. എവിടെ സോന? എന്ത് സോന? എവിടെ ചാച്ചൻ? ഇത് ചാച്ചൻ. ചേച്ചി എവിടെ? ചേച്ചിയുടെ ഹസ്ബൻഡ്. ചേട്ടൻ എവിടെ? ഇതാണ് മകൻ, സൽപുത്രൻ.
ബീഫ് മേടിക്കാന്ന് പറഞ്ഞ് പറ്റിച്ച ചേട്ടൻ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഞാൻ പെട്ടെന്ന് പോകാന്ന് വിചാരിച്ച് വന്നതാണ്. ഇവരെ ഇത്ര നേരം പിടിച്ചു നിർത്തി. നല്ലൊരു ദിവസമായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ പറഞ്ഞില്ലേ? വാ ബൈ.